റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, വലിയ ആഘോഷമാണ് ബി.ജെ.പി ആസ്ഥാനത്ത്. മോദി ഷാളൊക്കെ വീശി ആരാധകരെ അനുയായികളെയൊക്കെ അഭിവാദ്യം ചെയ്യുന്നത് കാണാം. വിനീഷ, അജിംഷാദ്, തീർച്ചയായും വലിയ ആഘോഷം, അതായത് ബീഹാറിലെ ഒറ്റകക്ഷിയായി ബി.ജെ.പി എത്തിയതിൻ്റെ വലിയ ആഘോഷം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പാണ് ദില്ലിയിലെ ബി.ജെ.പിയുടെ ആസ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ പ്രവർത്തകരെയൊക്കെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിതീഷ് കുമാർ യാദവിനെ അടക്കമുള്ള ആളുകളെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു സംസാരമാണ് ഇപ്പോൾ ജെ.പി നദ്ദയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന. സമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ബി.ജെ.പിയുടെ ദില്ലി ആസ്ഥാനത്ത് എത്തുകയും അതോടൊപ്പം ഈ വിജയാഘോഷങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തിട്ടുണ്ട്. NDA സർക്കാർ അത് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾക്ക് ആണ് ഇപ്പോൾ ജനപിന്തുണ നൽകിയിരിക്കുന്നത്. ഇതിൽ വരുന്ന വർഷങ്ങളിലൊക്കെ തന്നെയും സംസ്ഥാനത്തെ വലിയ ഒരു മാറ്റത്തിന് കാരണമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജെ.പി നദ്ദ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളൊക്കെ തന്നെയും ഈ പരിപാടിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കേന്ദ്രമന്ത്രിമാരൊക്കെ തന്നെയും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ആസ്ഥാനത്ത് നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ വിജയാഘോഷത്തിലേക്ക് തന്നെയാണ് ബി.ജെ.പി ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും JDUവിനെ തളർത്തിക്കൊണ്ട് വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 90 സീറ്റുകൾ ഇതിനോടകം തന്നെ ബി.ജെ.പി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 84 സീറ്റാണ് JDUവിന് നിലവിൽ ബീഹാറിൽ ലഭ്യമാവുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു വലിയ ആഘോഷം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ ജനങ്ങളെയും അതോടൊപ്പം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പ്രവർത്തകരെയും അഭിസംബോധന ചെയ്യും. റഷീദ്, അജിംഷാദ്, നോക്കൂ, ഒരു ചരിത്ര സംഭവം തന്നെയാണ്. ദില്ലി ആസ്ഥാനത്തേക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിന് ശേഷം ദില്ലി പ്രവർത്തക സമിതി ആസ്ഥാനത്തേക്ക് മോദി വരുന്നത് ഇതാദ്യമായാണെന്ന് തോന്നുന്നു. അല്ല, ആദ്യമായ ആണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ എങ്കിൽ പോലും ഈ വിനിഷ പറഞ്ഞതിലൊരു യുക്തിയുണ്ട്. കാരണം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ദില്ലിയിൽ ഇരുന്നുണ്ട്. ബീഹാറിലെത്തിയാണ് ബി.ജെ.പി നേതാക്കന്മാരെ അല്ലെങ്കിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ NDA പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന് യുക്തിയുണ്ട്. പക്ഷേ ഡൽഹിയിൽ ആ വിജയം പങ്കിടുക വഴി മോദിയുടെ വിജയമാണ് ഇത് എന്ന് ബി.ജെ.പി വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ നിതീഷ് കുമാറിനെതിരെ നേരത്തെ നമ്മളത് അതാണ് സൂചിപ്പിച്ചത്. ഇനി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു, ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ രാഷ്ട്രീയ മൊഴിയായി വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാം. നാളെ മഹാരാഷ്ട്ര മാതൃകയിൽ നിതീഷ് കുമാറിനെ വെട്ടാനുള്ള ബി.ജെ.പിയുടെ ഒരു നീക്കം, അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിൽ നിതീഷ് കുമാർ അടക്കം JDU അടക്കം സംശയിച്ചതാണ്. അതിനെതിരെ പല വിധത്തിലുമുള്ള വിവരങ്ങളും ഉണ്ടായതാണ്. പക്ഷേ നിതീഷിനെ വെട്ടിയിട്ട് അവിടെ ഒരു വിജയം ബി.ജെ.പിക്ക് സാധ്യമല്ലാത്ത ഇരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ആ അർത്ഥത്തിലേക്ക് നീങ്ങിയത്. പക്ഷേ അതിനുശേഷം ഇനി വിജയത്തിന് ശേഷം ഈ അർത്ഥത്തിൽ നിതീഷിനെ കൂടി വിഴുങ്ങി ഇല്ലാതാക്കാനുള്ള ബി.ജെ.പി എല്ലായിടത്തും പറ്റുന്ന തന്ത്രം, അതിൻ്റെ ഒരു തുടക്കമായി വേണമെങ്കിൽ വിനിഷ ഇപ്പോൾ പറഞ്ഞ കാര്യത്തെ യുക്തിഭദ്രമായി നിരീക്ഷിക്കാം. റഷീദ്, എന്ത് തോന്നുന്നു ആ നിലയ്ക്ക്? അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് തന്നെയായിരിക്കും ഇനി എന്തായാലും അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് തന്നെയായിരിക്കും ബി.ജെ.പി കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ബി.ജെ.പി നിലവിൽ ബീഹാറിൽ ഒറ്റകക്ഷിയായി വരികയും ചെയ്തിട്ടുണ്ട്. നിതീഷ് കുമാറിനെ ഇനി മുഖ്യമന്ത്രിയാക്കുമോ എന്നതിലൊക്കെ തന്നെയും ഒരു സംശയം നിലനിൽക്കുകയാണ്. എന്തായാലും ഉൾത്തരങ്ങളിൽ അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ തന്നെയും ബി.ജെ.പി ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും JDUവിന്റെ അടക്കം വോട്ട് കേന്ദ്രങ്ങളിൽ ഇത്തവണ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. എന്തായാലും വലിയ വിജയാഘോഷം തന്നെയാണ് ഉണ്ടാകുന്നത്. അതേസമയം മുഖ്യമന്ത്രിയെ ആരാക്കുമെന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില അണിയറ ചർച്ചകളൊക്കെ തന്നെയും കേന്ദ്രമന്ത്രിമാരും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ ദേശീയ നേതാക്കളൊക്കെ തന്നെയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നതിലൊക്കെ തന്നെ ഒരു സസ്പെൻസ് നിലനിൽക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ബീഹാറിനെ മാറ്റാനുള്ള ഒരു പുതിയ പദ്ധതികളുമായാണ് ഇനി പുതിയ NDA സർക്കാർ അധികാരത്തിൽ ഏറാൻ പോകുന്നത് എന്നുള്ള